പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളുമായി സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. കേസിൽ സാക്ഷി വിസ്താരമടക്കം പൂർത്തിയായി കഴിഞ്ഞു. വിചാരണ പൂർത്തിയായെങ്കിലും അവസാനഘട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുക. കേസ് വിധി പറയുന്ന തീയതിയും ഇന്ന് അറിയാം. നടൻ ദിലീപ് അടക്കം 9 പേരാണ് കേസിലെ പ്രതികൾ. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, ഈ കേസിന്റെ വിചാരണ നീണ്ടുപോകുക, വിധി പറയുന്നത് നീണ്ടുപോകുക, ഇതുമായി ബന്ധപ്പെട്ട് വാദി ഭാഗത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പലതവണ ഉണ്ടായിട്ടുള്ള വിഷയമാണ്. ഇന്ന് ഇതിലൊരു തീരുമാനമുണ്ടാകും. എപ്പോഴത്തേക്കായിരിക്കും വിധി പറയുക? ഒരുപക്ഷെ കേരളം വർഷങ്ങളായി ഉറ്റുനോക്കുന്ന 8 വർഷമായി ഉറ്റുനോക്കുന്ന ഒരു വലിയ സംഭവ വികാസത്തിന്റെ ചുരുളടിയുന്നത് ഏത് തരത്തിലായിരിക്കും എന്നൊക്കെ കൂടി പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് നോക്കുന്നത്. അത്തരത്തിലുള്ളൊരു സൂചന നിയമവൃത്തങ്ങളിൽ നിന്നുണ്ടോ? അപർണ, എന്തായാലും ഇതിൽ രാവിലെ 11 മണിയോടുകൂടി ഹർജി പരിഗണിക്കുമെന്നായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത്. പക്ഷേ കേസ് ഇവിടെ പ്രോസിക്യൂഷന്റെ വീണ്ടും ഒരു വാദം, അതായത് ഈ പ്രോസിക്യൂഷനിലെ ചില സംശയങ്ങൾ ജഡ്ജി വീണ്ടും ചോദിച്ചറിയുന്നുണ്ട്. അതിന്റെ ഒരു വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തീയതി നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 8 വർഷത്തോളമായി ഉറ്റുനോക്കുകയാണ്. ഏത് തരത്തിലാണ് ഇതിൽ ശിക്ഷാവിധി വരിക എന്നുള്ളത്. പല തവണയാണ് പ്രതിഭാഗത്ത് നടൻ ദിലീപ് അടക്കം കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ പലതവണ നീണ്ടുപോകുക. നവമി ദിനേശ് ചേർന്ന്. നവമി, തുടരാം. അപർണ, തീയതി ഇന്ന് അറിയാനുള്ളൊരു സാധ്യത കുറവാണ്. എന്തായാലും ജഡ്ജി ഇപ്പോൾ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷനിൽ ചില വ്യക്തത തേടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ഹർജി പരിഗണിക്കുമെന്നായിരുന്നു അറിഞ്ഞത്. പക്ഷേ അല്പം വൈകിയാണ് ഹർജി പരിഗണിച്ചത്. ഒന്നാം പ്രതി പൾസർ കുരിയും മറ്റു ചില പ്രതികളും കോടതിയിൽ എത്തിയിട്ടുമുണ്ട്. ഇന്ന് അതിന്റെ ഒരു തീയതി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനായിരിക്കും സാധ്യത. 7.5 വർഷത്തോളമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നീളുന്നുണ്ട്. അതിൽ ആക്രമിക്കപ്പെട്ട നടി അടക്കം സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. ഈ 7.5 വർഷത്തോളം ഈ ഒരു വിചാരണ നീളുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശമുണ്ട്. എത്രയും വേഗം ഈ കേസിൽ തീർപ്പാക്കണം, അല്ലെങ്കിൽ ഈ കേസിൽ വിധി പറയണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ ഇപ്പോഴും ചില അവ്യക്തത തുടരുകയാണ്. കേസിൽ 9 പ്രതികളാണുള്ളത്. ഇതിൽ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ഈ നടിയെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന നടിയുടെ വാഹനത്തിന് പിന്നിൽ വാഹനം ഇടിപ്പിക്കുകയും പിന്നെ ആ വാഹനത്തിലേക്ക് കയറി നടിക്കെതിരെ അതിക്രമം നടത്തുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒളിവിൽ പോയ 1ാം പ്രതി കോടതിയിൽ കീഴടങ്ങിയ സമയത്ത് പോലീസ് അതിനാടകീയമായി പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സമയവും ഈ പ്രതിയുടെ മൊഴിമാറ്റത്തിൽ ഏറെ നിർണായകമായത് ഇതൊരു കൊട്ടേഷന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ ഒരു ഒരാൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന ഈ പൾസർ സുനിയുടെ മൊഴിയാണ് പിന്നീട് ഏറെ നിർണായകമാവുകയും ദിലീപിലേക്ക് ഈ ഒരു അന്വേഷണം നീളുകയും ചെയ്തത്. ജോർജ് അട്ടൻസ്പൂരം എന്ന ദിലീപിന്റെ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതും അതോടൊപ്പം തന്നെ ജയിലിലായിരുന്ന സമയത്ത് പൾസർ സുനി ദിലീപിന് എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു കത്തും പുറത്തു വന്നതോടുകൂടിയാണ് ദിലീപിന്റെ ഈ കേസിലുള്ള ഒരു പങ്ക്, അല്ലെങ്കിൽ ഈ സംഭവത്തിലുള്ള ഒരു പങ്ക് കൂടുതൽ വ്യക്തതയോടെ പുറത്തു വരുന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണം ആ വിധത്തിലുമായിരുന്നു. ഈ ജയിലിലായിരുന്ന സമയത്ത് പൾസർ സുനി എഴുതിയ കത്തിൽ പറയുന്നത് ഈ നടിയെ ആക്രമിക്കാൻ പറഞ്ഞത് ദിലീപാണ്. അതിന് 1 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തത്. എത്രയും വേഗം ആ പൈസ തരണം എന്നുകൂടി, ആ പൈസ തന്നിട്ടില്ല, പൈസ തരണം എന്നുകൂടി ഈ കത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൾസർ സുനിയെ ജയിലിൽ കടത്തിയ മൊബൈൽ ഫോണിലൂടെയും അതോടൊപ്പം ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും ദിലീപിന്റെ സുഹൃത്ത് സംവിധായകനുമായ നാദിർ ഷാ, ദിലീപിന്റെ തന്നെ PA ആയിട്ടുള്ള അപ്പുണ്ണി, ഇവർ 3 പേരും ഫോൺ വിളിച്ചതായും പൾസർ സുനി ഇവരെ തിരികെ വിളിച്ചതായിട്ടുമുള്ള തെളിവുകളും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യ തെളിവുകളുടെയും ഈ 1ാം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ 8ാം പ്രതിയാക്കി പോലീസ് ദിലീപിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയത്.
അതിനിടയിൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ നടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ അതിപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് പൾസർ സുനി, ഒന്നാം പ്രതിയായ പൾസർ സുനി പറഞ്ഞത്. പക്ഷെ ഇതിന്റെ മെമ്മറി കാർഡ് പൾസർ സുനി അഭിഭാഷകനിലേക്ക് കൈമാറുകയും അതിന്റെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് അടക്കമുള്ള കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ കോടതിയുടെ തന്നെ കസ്റ്റഡിയിലുള്ള ഒരു മെമ്മറി കാർഡ് അതിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ അത് കോടതിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങളും ഈ നടി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി പരാതികൾ ഈ കേസിൽ, നിരവധി ഹർജികൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ട നടി നടത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ വിചാരണ നീളുന്നതിനെതിരായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ വേഗത്തിൽ ഈ ഒരു വാദം നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇതിന്റെ തീയതി പ്രഖ്യാപിക്കുമോ എന്നതിലൊരു അവ്യക്തത തുടരുകയാണ്. എന്നാലും കോടതിയിൽ ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ്. ഈ ഒരു പ്രോസിക്യൂഷൻ നടത്തിയ വാദങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വാദത്തിനുടനീളം ജഡ്ജിക്കുണ്ടായിട്ടുള്ള സംശയങ്ങളുടെ ദൂരീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണ, നവമി, ഇത് വിചാരണ നടപടികൾ നീണ്ടുപോകുക അത് വലിയ തരത്തിൽ ഉള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അത് ഹൈക്കോടതിയിൽ ഹർജി എത്തുക, ഹൈക്കോടതി റിപ്പോർട്ട് വാങ്ങിക്കുക, ആ തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇന്നും ഈ കാത്തിരിപ്പ് നീളുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആക്ടിവിസ്റ്റുകളടക്കം പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ്. ഒരു സാങ്കേതികപരം മാത്രമാണ് ഇന്ന് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണോ വാദിഭാഗത്തിന്റെ നിയമവൃത്തങ്ങളിൽ നിന്നുണ്ടാകുന്നത് സമയത്ത്? അതാണ് അപർണ, അങ്ങനെയാണ് കരുതുന്നത്. വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വിധി എഴുതുന്നതിന് മുൻപായി ജഡ്ജിക്കുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നതെന്നാണ് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഉടനെ തന്നെ, അതായത് ഈ മാസം നവംബറിൽ തന്നെ ഇതിന്റെ ഒരു തീയതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനിയും നീട്ടിക്കൊണ്ടു പോകരുത് എന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശവും നിലനിൽക്കുന്നതിനാൽ എത്രയും വേഗം തന്നെ ഇതിന്റെ ഒരു വിധി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ്. കാരണം ദിലീപിന്റെ കരിയറിൽ തന്നെ വലിയൊരു വീഴ്ച എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരുന്നു ദിലീപ് ഈ നടിയെ ആക്രമിച്ച കേസിന് ശേഷം നടന്നത്. സിനിമാ മേഖലയിലടക്കം രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം പോരടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള ഈ നടിക്കൊപ്പം നിൽക്കാത്ത ചില സിനിമാ താരങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങൾ, ഈ നടിക്ക് പിന്നീട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംഘടന തന്നെ രൂപീകരിക്കുന്ന സാഹചര്യമൊക്കെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടതാണ്. കേരളം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസും കൂടിയാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. അത് കേട്ടുകേൾവിയില്ലാത്ത, അതായത് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ, ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം കൂടിയായിരുന്നു ഈ നടിയെ ആക്രമിച്ച കേസും. എന്തായാലും ഈ കേസ് 7.5 വർഷത്തോളം നീണ്ട വിചാരണ, ഇതിനൊടുവിലായി ഇപ്പോൾ ഇതിന്റെ ഒരു വിധി ഏകദേശം ഈ മാസത്തോടുകൂടി, അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഇതിന്റെ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപർണ, നവമി, ഇനി ഏത് തരത്തിലാണ് വിധിയെങ്കിലും സ്വാഭാവികമായിട്ടും അതിൽ തുടർ ഹർജിക്കും കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെയുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് നൽകിയ ഹർജി വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലാണല്ലോ എന്ന് കരുതി ഹൈക്കോടതി മടക്കുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചടിയാണെങ്കിൽ ആ തരത്തിലേക്കുള്ള ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുക. അതല്ല എങ്കിൽ മറുഭാഗത്ത് നിന്ന് അതിജീവിതയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ട് ഈ തുടർ നിയമ പോരാട്ടങ്ങൾ ഇത്രയും വർഷങ്ങൾ നടത്തിയത് വീണ്ടും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഏത് വശത്താണെങ്കിലും നിയമ പോരാട്ടങ്ങൾക്ക് ഒരു താൽക്കാലിക പര്യവസാനം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ കൂടി കണക്കാക്കണ്ടേ? എന്തായാലും ഇതിന്റെ ഒരു വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിന്റെ തുടർ നടപടികളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നടൻ ദിലീപിനെ സംബന്ധിച്ച് ഈ കുറ്റവിമുക്തനാക്കപ്പെടും എന്നൊരു വിശ്വാസം തന്നെയാണ് ദിലീപിനുള്ളത്. പക്ഷേ നടിയെ സംബന്ധിച്ച് തനിക്കുണ്ടായ ദുരനുഭവം, അല്ലെങ്കിൽ തനിക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ പങ്കാളികളായവർക്കെതിരെയെല്ലാം കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന വിശ്വാസത്തിലും പ്രാർത്ഥനയിലും തന്നെയാണ് നടിയും ഉള്ളത്. ഒരുപാട് ആരോപണങ്ങൾക്കും വിധേയായിട്ടുണ്ട്. പിന്നീട് ഈ നടി കോടതിയിൽ നിന്നടക്കം തനിക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നീതി നീണ്ടുപോകുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും വലിയ മാനസിക സമ്മർദ്ദത്തിലും
സംഘർഷത്തിലുമൊക്കെ കടന്നു പോവുകയായിരുന്നു ഈ അതിജീവിത. അങ്ങനെ വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ്. ഇതിലെ ഇരയാക്കപ്പെട്ട വ്യക്തിയും അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായവരുമൊക്കെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട 2 താരങ്ങൾ കൂടിയായിരുന്നു. ആ വിധത്തിൽ കൂടി ഇതേറെ ശ്രദ്ധിക്കപ്പെട്ടൊരു കേസ് കൂടിയാണ്. എന്തായാലും വിധി വന്നതിന് ശേഷം, അതായത് തീയതി പ്രഖ്യാപിക്കുന്നത് ഇന്നുണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം എന്തായിരിക്കും, ഈ വിധി വന്നതിന് ശേഷമായിരിക്കും ഇവരുടെ തുടർ നടപടികളെ കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അവർ നവമി ദിനേശാണ്. ഏതായാലും ഇന്ന് എപ്പോഴായിരിക്കും വിധി പറയുക, തീയതിയെ സംബന്ധിച്ചുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത് സാങ്കേതികപരമായി അത് നീട്ടിവെക്കുകയാണ് എന്നുള്ള സൂചനയാണ് നവമി ദിനേശ് കൊച്ചിയിൽ നൽകുന്നത്.